छोड़ना चाहना बदतमीज दिल मारे ना बदतमीज दिल मारे ना के जवान है सवाल है कमाल है जाने बदतमीज दिल मारे ना बढ़िया मन में खुद को भूलना चाहना कंबल में बचाए शर्म का वोड़ना चाहना जिंदगी पे बड़ा मत छोड़ना चाहना बदतमीज दिल मारे ना बदतमीज दिल मारे ना വസ്ത്രവ്യാപാര രംഗത്ത് 75 വർഷത്തെ പാരമ്പര്യവുമായി അക്ഷരനഗരിയിൽ 2 വർഷം പൂർത്തിയാക്കുവാൻ പോകുന്ന കരിക്കനെ സിൽക്ക് വിലാജിയോ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്ന പർച്ചേസ് ആൻഡ് വിൻ ഓഫർ വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടത് കോട്ടയത്തിന്റെ ഏറ്റവും ആരാധ്യനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KRG വൈദ്യർ അവറുകളാണ്. അദ്ദേഹം ഉടൻ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കോട്ടയത്തിന്റെ പ്രിയങ്കരനായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കലാനിയെ ക്ഷണിക്കുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആരാധ്യനായ കേരളത്തിന്റെ ഗതാഗത വനം കായിക വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവറുകൾ, കടുത്തുരുത്തി MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്,
ഉടൻ തന്നെ എത്തിച്ചേരും. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി നിർമ്മല ചിമ്മ ഉടൻ എത്തിച്ചേരും. ബഹുമാന്യനായിട്ടുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം അടക്കമുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. പ്രയർ സോങ് കുമാരി നീന സൂസൻ ബിനോ. സർഗോന്നതിവാഴം പരമപിതാവേ പരിപാവനമാകേണം തവ തിരുനാമം തവ രാജ്യം ഭൂവിൽ ആഗതമാകണമേ തവ ഹിതമികമതിലാകേണം പരമതിലെന്നതുപോൽ പ്രതിദിനമടിയങ്ങൾ കന്നം കനിവോടു പകരണമേ പരികൃതമാക്കണമേ പിഴകൾ അപരാധങ്ങൾ പോ കാത്തരുളിയിടണമേ ദുഷ്ടപരീക്ഷകളിൽ നിന്നും രാജ്യം ശക്തി മഹത്വമതങ്ങൾക്കെന്നെന്നും ആമേൻ. കൃപയിൻ നിറവേ മാതാവേ മറിയാമേ ശാന്തി നാരികളിൽ നീ ഏറ്റവും മാനിത മാതാവേ പരമോന്നതനീശൻ ഇന്നും പരിചൊടുത്തവ സവിതേ നിന്നുദരത്തിൻ ബലമാവീശ സ്തുതികൾക്കനുയോജിൻ ശുദ്ധികളിൽ ശുദ്ധി മറിയം മാതാവേ ഭാഗ്യം പരനെ വഹിച്ചവളേ മാതാ മറിയാമേ ഭാഗ്യം പാതകരടിയാർക്കായി പരനോടെന്നെന്നും അത്തിച്ചിടണമേ വ്രതിൻ വേളയിലും ആമേൻ അത്തിച്ചിടണമേ വ്രതിൻ വേളയിലും ആമേൻ. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജനറൽ മാനേജർ ശ്രീ കോശി സാമൂലിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കോട്ടയത്തിൻ്റെ നഗരപിതാവ് ശ്രീ KRG വാര്യർ സാറ് എത്തിച്ചേരുന്നത് വരെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ ടോമി സാറാണ്, കോട്ടയം ജില്ലയുടെ DCC പ്രസിഡന്റ്. അതുപോലെ മന്ത്രി തിരുവഞ്ചൂർ സാറ് എത്തും. മോൻസ് ജോസഫ് MLA എത്താനുണ്ട്. സുരേഷ് കുറുപ്പ് സാർ എത്തിച്ചേരും. ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിമ്മി മാഡം എത്തിച്ചേരും. കോട്ടയം ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം സാറ്, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദ ഡേ, മേജർ അട്രാക്ഷൻസ് ഓഫ് ദ ഡേ, പ്രൈസ് വിന്നേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ. തോമസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ്. 2013 ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്നു മുതൽ നാളിതുവരെ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ
മറ്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇതിൻ്റെയൊക്കെ നാൾ വഴികളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സഹായങ്ങളും സമ്മാനങ്ങളും അർഹതപ്പെട്ടവരെ കൃത്യമായി കണ്ടെത്തി കൃത്യ സമയത്ത് അത് നൽകിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ടീം അംഗം എന്നുള്ള നിലയിൽ എനിക്കും ഞങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾക്ക് മൊത്തവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഏറെ അഭിമാനത്തിന് വക നൽകുന്ന ഒരു വിഷയമാണ്. ഞങ്ങളുടെ ഷോപ്പിൻ്റെ പ്രഖ്യാപിത മൂല്യങ്ങൾ 5 എണ്ണമാണ്. അവ കാര്യക്ഷമത, കടപ്പാട്, വിശ്വാസ്യത, ഐക്യം, അച്ചടക്കം, കമ്പിറ്റൻസി, കമ്മിറ്റ്മെന്റ്സ്, റിലയബിലിറ്റി, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മൂല്യങ്ങളാണ് കമ്മിറ്റ്മെന്റ്സും റിലയബിലിറ്റിയും. കമ്മിറ്റ്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ, when you honor commitments, your commitments, basically you are honored. നമ്മളും അതുപോലെ തന്നെ ഇതിന്റെ ബെനിഫിഷ്യറിയും ഒരുപോലെ തന്നെ ബഹുമാനിക്കപ്പെടുകയാണ് ഈ തരുണത്തിൽ. കടപ്പാട് എന്നുള്ള വാക്ക് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ആ വാക്ക് എന്ന് പറയുന്നത് അതിനകത്തൊരു പാടുണ്ട്. അത് കടം കൊണ്ടതിൻ്റെ പാടാണ്. തോമസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. ഈ കടപ്പാടെന്ന് പറയുന്നത് നമ്മൾ മരിച്ചാലും മായാത്ത ഒരു പാടാണ് കടം കൊണ്ട പാട്. നമ്മളെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ കടം നമുക്ക് വീട്ടാൻ പറ്റുകയില്ല. ആ കടം കൊണ്ട പാട് അതുപോലെ തന്നെ ആയുഷ്കാലം അവിടെ ഉണ്ടാകും. ഇന്നത്തെ തലമുറയിൽ നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് വൃദ്ധസദനങ്ങളും മറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടപ്പാടിന് വലിയ പ്രാധാന്യം ഇന്നത്തെ തലമുറ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പഴയ ആളുകൾ, അച്ഛന്, അമ്മ, ഗുരുക്കന്മാര്, ഇവരൊക്കെ പഴയതാവുമ്പോൾ ഈ കടപ്പാടുകൾ നമ്മൾ മറക്കും. അവരിൽ നിന്നും കടം കൊണ്ട ഒരു പാടാണ് ഇത്. മറന്നു കഴിയുമ്പോൾ ഈ കടപ്പാട് മുറിപ്പാടായിട്ട് മാറും. ആ മുറിവും ജീവിതകാലം മുഴുവനും നമ്മെ പിന്തുടരും. നമ്മുടെ കടപ്പാടുകൾ മുറിപ്പാടുകളാകാൻ നാം ഒരിക്കലും അനുവദിച്ചുകൂടാ. തോമസ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാര്യത്തിൽ വളരെയധികം ശുഷ്കാന്തി പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വിശ്വാസ്യത നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കുവാൻ കഴിയുമോ? പറ്റില്ല. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ നമുക്ക് 4 കോടി രൂപയുടെ ഒരു വാച്ച് വിലയ്ക്ക് വാങ്ങിക്കാം, സമയം വാങ്ങാൻ പറ്റുകയില്ല. കോടിക്കണക്കിന് രൂപയുടെ ചികിത്സ നമുക്ക് സ്വായത്തമാക്കാം, പക്ഷേ ആരോഗ്യം വാങ്ങുവാൻ സാധ്യമല്ല. നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല കട്ടിലും മെത്തയും വീടും ഒക്കെ നമുക്ക് വാങ്ങിക്കാം. എന്നാൽ സുഖ നിദ്ര, ശാന്തമായ ജീവിതം, സമാധാനം ഇവയൊന്നും വാങ്ങിക്കാൻ കഴിയില്ല. എന്ന് പറയുന്നത് പോലെയാണ് വിശ്വാസ്യത. ട്രസ്റ്റ് എന്ന് പറയുന്നത് can never be purchased. അത് കഷ്ടപ്പെട്ട് അധ്വാനത്തിലൂടെ, കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന ഒന്നാണ്. തോമസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 2 വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ ഇടയിൽ